പറഞ്ഞോ. എല്ലാരും കൊണ്ടുപോട്ടെ. നമ്മുടെ ഫാമിലി എല്ലാം കൂടി അവിടെ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. പറ. ജർമ്മനി പോവാണ് ഗൈസ്. ഒരുങ്ങി സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പോകുന്നില്ല ഗൈസ്, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഇതൊരു ട്രാവൽ വ്ളോഗായിരിക്കും. നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അറിയത്തില്ല ഇനി അവിടെ ചെല്ലുമ്പം വെയിറ്റ് കൂടി ഇഷ്യൂസ് ആവുമോ എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പയ്യെ ഒരു അപ്ഡേറ്റ്സ് തരാൻ നോക്കാം. ഓക്കെ, അപ്പം ഏകദേശം ഇപ്പം 12 മണിയാവാറായിട്ടുണ്ട്. 12 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും. വെളുപ്പിനെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എത്തണം. എന്നിട്ട് നമ്മൾ ജർമ്മനിയിലൊരു 6 o'clock ഒക്കെ ആകുമ്പോഴായിരിക്കും എത്തുന്നത്. അതായത് നാട്ടിലെ ഒരു 10:30 ആകുമ്പോൾ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, നാളെ ആണ് നമ്മളെത്തുക. ഓക്കെ, ബൈ ഗൈസ്. ഹാപ്പിയാണോ? യെസ്. താങ്ക് യു. ടാറ്റ പറ. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ 2 കാലാണ് പോയത്. ആൻഡ് ഞാൻ പോകുന്ന ടൈമിൽ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വണ്ടിയിലതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് എല്ലാവരോടും ബൈ പറഞ്ഞു. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഗേജിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാപ്ടോപ്പ് ബാഗ് അപ് ടു 3 kg പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു. ബാക്കി എമൗണ്ടൊക്കെ അടയ്ക്കാൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ ഒക്കെ വേറെയുള്ളവരുടെ ബാഗിലൊക്കെ വെച്ച് സെറ്റാക്കി. അങ്ങനെ നമ്മൾ എന്തായാലും ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഫ്ലൈറ്റിൽ കയറി. മോർണിംഗിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഓംലെറ്റ്, പിന്നെ എന്തൊക്കെയോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. തീരെ കൊള്ളില്ലായിരുന്നു. ഒന്നും കഴിച്ചില്ല. ഒരു എഗ്ഗ് പോലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ യോഗേർട്ട് മാംഗോയുടെ ഫ്ലേവർ ആയിരുന്നു, അത് മാത്രം ജസ്റ്റ് കഴിച്ചു. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ കൊച്ചിയിൽ ഡൽഹിയിലോട്ട് എത്തിയിട്ടുണ്ട്, ലാൻഡ് ചെയ്തിട്ടുണ്ട്. 25 minutes ഏർലി ആണ് അവർ ലാൻഡ് ചെയ്തത്. നോർമലി ലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്, പക്ഷെ എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് നേരത്തെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് വോയിസ് ഓവറാണ് ചെയ്യുന്നത്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫൈനലി നമ്മൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഓർത്തു എന്തായാലും ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ ആ ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് ഡൽഹി എയർപോർട്ടിൽ ഏകദേശം 4 hours ലേ ഓവർ ഉണ്ടായിരുന്നു. ഈ ഒരു 4 hours കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ നമ്മൾ ഫ്രാങ്ക്ഫോർട്ടിലോട്ട് ഡയറക്റ്റ് പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ഫോർട്ടിൽ ഇറങ്ങിയിട്ട് എഗെയിൻ നമുക്കൊരു 3 hour ട്രാവൽ ഉണ്ട് നമ്മുടെ ആഹൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്താനായിട്ട്. സോ എഗെയിൻ നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി. ഇനി വേണം നമുക്ക് മണിയൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. നമുക്ക് ഇന്ത്യൻ മണി യൂറോയിലാക്കാം, ഏത് കറൻസിയിലോട്ട് വേണമെങ്കിലും ആക്കാം. നമ്മൾ യൂറോയിലോട്ടാണ് ആക്കുന്നത്. സോ നമ്മളിവിടെ നിന്ന് കണ്ടോ, ഈ ഒരു മണി എക്സ്ചേഞ്ചിൽ നിന്നാണ് കൺവേർട്ട് ആക്കാൻ പോകുന്നത്. ആൻഡ് അതിന് ശേഷം നമ്മളിവിടെ, എനിക്ക് ലോഞ്ച് ആക്സസ് ഇല്ലായിരുന്നു, കാർഡില്ലായിരുന്നു. സോ ഞാനും അരുണും കൂടെ അവൻ കൊണ്ടുവന്ന ചപ്പാത്തി ആൻഡ് ചിക്കൻ കറി അത് നമ്മൾ ഇവിടെ ഇരുന്ന് ബോർഡിങ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഴിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഫ്രാങ്ക്ഫോർട്ടിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റിൽ ടൈമായിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് സീറ്റോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്തില്ല, അവർ തന്ന സീറ്റാണ്. സോ നമ്മുടെ കൂടെ ആരാ ഇരിക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല. ഡൽഹി വരെ എനിക്ക് വിൻഡോ സൈഡൊന്നും അല്ലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇപ്രാവശ്യം, അതായത് ഡൽഹി ടു ഫ്രാങ്ക്ഫോർട്ട് വിൻഡോ സൈഡ് സീറ്റാണ് കിട്ടാൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അടിപൊളിയായിരുന്നു. ഒരാൾ നാട്ടിലുള്ള ആളായിരുന്നു, പിന്നെ ഒരു ജർമ്മനിയിലുള്ള തന്നെ ഒരാളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 8 മണിക്കൂർ എങ്ങനെ പോകും എന്ന് വിചാരിച്ചിരുന്ന് എനിക്ക് 8 മണിക്കൂർ എങ്ങനെ പോയെന്നറിയില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്ത്. ആൻഡ് ഇത് കണ്ടോ, നമുക്ക് ഇവിടെ വൈഫൈ ഉണ്ടായിരുന്നു. വൈഫൈ യൂസ് ചെയ്ത് നമുക്ക് എയർ ഇന്ത്യയുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് എയർ ഇന്ത്യ തന്നെ കൊടുത്തേക്കുന്ന സോങ്സ്, സിനിമാസൊക്കെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് നമ്മുടെ ജെവി മെറ്റൊന്ന് കണ്ടിരുന്നു. ആൻഡ് നമുക്ക്
ലഞ്ച് വന്നിട്ടുണ്ട്. ലഞ്ച് എനിക്ക് വെജാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എഗെയിൻ രാവിലെ കഴിച്ച ആ പയറിൻ്റെ ഒരു സോസ് ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് നെഞ്ചുവേദനയാണ്. ഞാൻ അതൊന്നും കഴിച്ചില്ല. പിന്നെ ആ വെജീസ് ഒന്നും ഞാൻ കഴിച്ചില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു റൈസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെയുള്ള ആൾക്ക്, അതായത് ഇവൻ്റെ പേര് നിരഞ്ജൻ എന്നാണ്, ആൾക്ക് നോൺ വെജ് ചിക്കൻ്റെ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആളുടെ നല്ലതായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനൊരു ബണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓൾസോ വിത്ത് ബട്ടർ. അപ്പോൾ അതൊക്കെ നമ്മൾ തേച്ചു അതും കൂടെ കഴിച്ചു. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് റൈസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളിതും കൂടെ കഴിച്ചു. ഇത് ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. സ്റ്റിൽ ദെൻ ബട്ടർ തേച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല, ഓക്കെ നമുക്ക് വിശപ്പൊക്കെ മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മൾ അതും കഴിച്ചു. പിന്നെ ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് ഇത് കസ്റ്റാർഡ് വിത്ത് ഗുലാബ് ജാമുൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. അതും നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ രണ്ടുപേരും നല്ല അത് കഴിച്ചു. പിന്നെ യോഗേർട്ട് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിക്കാനുള്ളൊരു സ്പേസ് എനിക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ടാകുന്ന ടൈമിൽ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു സ്നാക്സും പിന്നെ വെൽക്കം ഡ്രിങ്കും തന്നിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ഞാൻ ഇപ്പോഴാണ് എടുത്തത്, പക്ഷേ അതും ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവരിത് കോഫി, ടീ നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നമ്മൾ കോഫിയാണ് സെലക്ട് ചെയ്തത്. ആ കോഫി വന്നിട്ടുണ്ടായിരുന്നു. അതിലിതേ നമ്മൾ മിൽക്ക് ആഡ് ചെയ്യാണ്, പിന്നെ ഷുഗറും ആഡ് ചെയ്ത് നമ്മൾ പിന്നെ കോഫിയും കൂടെ കുടിച്ചു. അല്ല, 2 ഷുഗർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സെറ്റാവും. അതിൽ രാവിലെ നമുക്ക് ഭയങ്കര തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തണുത്തുപോയി. എങ്ങനെയുണ്ട്? ദുരന്തമാണോ? അങ്ങനെ നമ്മൾ കത്തിയടിച്ച് കോഫി കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ, നമ്മൾ വിൻഡോ സൈഡിൽ നോക്കി കുറേ നേരം ഇങ്ങനെ കാഴ്ചകൾ കാണുക. അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഡേ നമുക്ക് ഫൈനലി നമ്മുടെ ഡിന്നർ എത്തിയിട്ടുണ്ട്. അത് ഡിന്നർ ഒരു രക്ഷയില്ലായിരുന്നു. നല്ലതായിരിക്കും അല്ലേ? ഫുഡൊക്കെ എൻജോയ് ചെയ്തു, ഫുള്ള് കഴിച്ചു. ഈ മീൽസിൻ്റെ കൂട്ടത്തിൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായത് ഡിന്നറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസേർട്ടായിട്ടുള്ള ബ്രൗണി വിത്ത് ചോക്ലേറ്റ്, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഡെസേർട്ടും കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി ഇത് തന്നെയായിരുന്നു.
ഓക്കെ കണ്ടോ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ടേസ്റ്റ് ആയിരുന്നു എന്ന്. അങ്ങനെ അതും നമ്മൾ നല്ല കഴിച്ചു. അത് കഴിച്ചതിൻ്റെ പുറകിൽ തന്നെ വീണ്ടും നമുക്ക് ടീ ഓർ കോഫി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അഗെയിൻ ആസ് യൂഷ്വൽ കോഫി തന്നെയാണ് എടുത്തത്. കോഫിയും കൂടെ നമ്മൾ കുടിച്ചു. ഈ ഒരു ഫ്ലൈറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പഴയ ഫ്ലൈറ്റാണ്. ആൻഡ് ഓൾസോ ഈ ഒരു സ്ക്രീനും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ലെസ് ദാൻ ഒരു 30 മിനിറ്റ്സിൽ നമ്മൾ എന്തായാലും എത്താറായിട്ടുണ്ട്. ഓൾസോ നമ്മൾ ഇവിടെ ഫ്രാങ്ക്ഫോർട്ടിലും അറൗണ്ട് ഒരു 1 അവർ നേരത്തെയാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ ട്രാവലൊന്നും നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം നേരത്തെ തന്നെയാണ് എത്തുന്നത്. പിന്നെ നമ്മുടെ കൂടെയുള്ള ഒരു ജർമ്മൻകാരനായിട്ട് നമ്മൾ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത്, അതായത് ആഹനിലാണ് ആളും പഠിക്കുന്നത്. ആള് മെഡിസിനാണ് പഠിക്കുന്നത്. അങ്ങനെ ആളുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു വ്യൂ കണ്ടത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് പുറത്ത് വ്ളോഗ്സ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സൺലൈറ്റൊക്കെ അടിക്കുമ്പോഴുള്ള വ്യൂ. അപ്പം നമ്മൾക്ക് സൺകിസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ എന്തായാലും ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞു. എയർ ഇന്ത്യയുടെ സർവീസ് ഭയങ്കര മോശമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എയർ ഇന്ത്യ എടുക്കത്തില്ല. ആദ്യം അവസാനമായിട്ട് എടുക്കുകയാണ്. കാരണം വെച്ചാൽ അവർ നമ്മുടെ ക്യാബിൻ ബാഗ് വെക്കാനുള്ള സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് പൂട്ടാതെ, എൻ്റെ ബാഗ് തുറന്നിരിക്കുകയായിരുന്നു, ഒന്ന് പൂട്ടാതെ ലഗേജിൻ്റെ കൂടെ ഇട്ടേക്ക്. അത് കിട്ടോ ഇല്ലെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. നോക്കാൻ ടെൻഷനിലാണ് ഗൈസ്. ഇത് ജർമ്മനിയാണോ പ്രേതാലയാണോ എന്നറിയില്ല ഗൈസ്. ജർമ്മൻ എയർപോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു കുഞ്ഞുങ്ങളില്ല. എന്താ അവസ്ഥ ഇത്? അങ്ങനെ നമ്മൾ ടെർമിനൽ 3 ഇറങ്ങി. നമുക്ക് 1 പോകണം. നമ്മളിതേ വേറെ ബസ്സൊക്കെ പിടിച്ച് 1 പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വിളിക്കാൻ വരുന്ന ജർമ്മൻ ചേച്ചി. അങ്ങനെ ഫൈനലി നമ്മൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവൽ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ബൈ.